വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം ചർച്ചയാക്കി ബി.ജെ.പി. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് വേണമെന്നാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ വാദം. സുൽത്താൻ ബത്തേരി എന്ന പേര് അധിനിവേശത്തിന്റെ ഭാഗമായി വന്നതാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. അതിലെന്താണ് ഒരു പുതിയ കാര്യമല്ലെന്ന്. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് വേണ്ടി അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് ആക്രമിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ജനങ്ങളുണ്ടായിരുന്നില്ലേ? ആ സ്ഥലത്തിനൊരു പേരുണ്ടായിരുന്നില്ലേ? എന്താണ് ടിപ്പു സുൽത്താൻ അവിടെ വയനാട്ടുകാർക്ക് പ്രാധാന്യം? ആ സ്ഥലത്തിൻ്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാണ് UDF-ഉം LDF-ഉം ടിപ്പു സുൽത്താൻ്റെ പിന്നാലെ പോകുന്നത്? ടിപ്പു സുൽത്താൻ മലയാളികൾക്ക് കേരളീയർക്ക് വേണ്ടപ്പെട്ട ആളാണോ? സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന് പറയുന്ന കെ സുരേന്ദ്രന് വയനാട്ടിൽ 1,00,000 വോട്ട് പോലും കിട്ടില്ലെന്ന് ടി സിദ്ദിഖ് MLA പരിഹസിച്ചു. ചരിത്രത്തെ അപനിർമ്മിക്കാനുള്ള സംഘപരിവാർ അജണ്ട വയനാട്ടിൽ വിലപ്പോകില്ലെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്താണ്. അദ്ദേഹം 1,00,000 വോട്ട് പോലും തയ്ക്കുമോ എന്നുള്ളത് പോലും നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. അതുപോലും തയ്ക്കാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ ക്ഷീണമായിരിക്കും NDA-യുടെ സ്ഥിതി. വയനാട് വെറുപ്പിന്റെ കമ്പോളമല്ല, വയനാട് സ്നേഹത്തിന്റെ കമ്പോളാണ്. വിഭാഗീയതയുടെ അപകടത്തിന്റെ വിത്ത് ഈ മണ്ണിൽ ഒരു ചെറിയ അംശം പോലും ഉണ്ടാക്കാൻ സുരേന്ദ്രനല്ല, അദ്ദേഹത്തിന്റെ വലിയ മുതലാളി മോഡി പോലും ശ്രമിച്ചാൽ ഈ മണ്ണിൽ നടക്കില്ല. ഹിസ്റ്ററിയിൽ അവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ടുണ്ട്, ചിലത് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ ഏർപ്പാട്, ആ പരിപ്പ് വയനാടിന്റെ ചട്ടിയിൽ വേവുന്ന പരിപ്പല്ല. ഇവിടുത്തെ ജനം അതിനെ പുച്ഛിച്ചു തള്ളുകയാണ്. സുൽത്താൻ ബത്തേരി പേരുമാറ്റ വിവാദത്തിൽ പ്രതികരണവുമായി ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കെ സുരേന്ദ്രൻ ജയിക്കാനും പേര് മാറ്റാനും സാധ്യതയില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ബി.ജെ.പിയുടെ അജണ്ട ജനങ്ങൾ തള്ളുമെന്ന് സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ TK രമേശ് പ്രതികരിച്ചു. ഞങ്ങളെല്ലാം ജനിക്കുന്നതിന് മുമ്പിട്ടുള്ള ഒരു പേര് എന്ന നിലക്ക് പെട്ടെന്ന് ഈ നാട്ടുകാരൻ കൂടി അല്ലാത്ത ഒരു സ്ഥാനാർത്ഥി വന്ന് ഈ ഇത്തരം രീതിയിലേക്ക് ഈ നാടിനെ വിദ്വേഷം കൊണ്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് തിരിക്കുന്നത് വളരെ ബോധപൂർവമായിട്ടാണ്. ഈ നാടിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇത്തരം പ്രസ്താവന ഇറക്കിയത്. ഇത്തരം പ്രസ്താവനകൾ കേരളത്തിലെ ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ ഈ കേരളത്തെ ജനാധിപത്യത്തെയും തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസ്താവന ഇറക്കുന്നത്. ഇത് ജനങ്ങൾ തള്ളിക്കളയും, ഇത് ബത്തേരിക്കാർ തള്ളിക്കളയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നത് സുർജിത്ത് അയ്യപ്പത്താണ്. സുർജിത്ത്, കേരളത്തിൽ അങ്ങനെ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ് ഇത്തരത്തിലുള്ള പേരുമാറ്റം. കെ സുരേന്ദ്രൻ നടത്തുന്ന ഒരു പ്രസ്താവന മിനിറ്റുകൾക്കകം അത് കത്തിപ്പടർന്നൊരു വിവാദമായി മാറുന്നു, പ്രതികരണങ്ങൾ വരുന്നു. വയനാട്ടിൽ ആരാണിപ്പോൾ വട്ടത്തിലാകാൻ പോകുന്നത്? എന്തായാലും ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് ഈ ഗണപതി വട്ടം എന്നുള്ള പേര്. സുൽത്താൻ ബത്തേരിക്ക് അങ്ങനെ ഒരു പേര് ചരിത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നും ആ പേര് പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ പ്രസ്താവിച്ചത്. സ്വാഭാവികമായും അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതായത് ആദ്യം പ്രതികരിച്ചത് ടി സിദ്ദിഖ് MLA ആണ്. അദ്ദേഹം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ധ്രുവീകരണ ലക്ഷ്യമാണ് എന്നുള്ള ആരോപണമാണ് ടി സിദ്ദിഖ് MLA ഉന്നയിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ MP ആയാലേ പേര് മാറ്റാൻ കഴിയുകയുള്ളൂ. MP ആകാൻ ഒരു സാധ്യതയും സുരേന്ദ്രനില്ല. 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും സ്ഥാനാർത്ഥി. 1,00,000 വോട്ടുകൾ പോലും സുരേന്ദ്രൻ ലഭിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ടി സിദ്ദിഖ് MLA പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചിട്ടുണ്ട്. ഈ TK രമേശ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുന്നത് ഇത് ഈ സമാധാനമായി നിൽക്കുന്ന ജനസമൂഹമാണ് സുൽത്താൻ ബത്തേരി. അവരിലേക്ക് ബോധപൂർവം ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നത് എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന തലത്തിലെ സംസ്ഥാന നേതാക്കളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ ഇത് ജൈന സംസ്കാരത്തിന് വലിയ പ്രാധാന്യമുള്ള പ്രദേശമാണ് ആയിരുന്നു ഇത്. ആ ഘട്ടത്തിൽ ഹന്നരട് ബീതി, അതായത് 12 ജൈന തെരുവുകളുള്ള പ്രദേശം എന്നുള്ള തരത്തിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നീട് കുറുമ്പ്രനാട് രാജവംശം ഇവിടെ ഭരണം നടത്തി. ആ കാലയളവിൽ പാറയ്ക്ക് മീതേൽ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു ഈ മേഖല. അത് ആ സമയത്ത് ആ രാജവംശം തന്നെയാണ് ഗണപതി ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കുന്നത്. അതിന്റെ ചുറ്റുമുള്ള പ്രദേശത്തെ ഗണപതി വട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. പിന്നീട് ഈ ടിപ്പു സുൽത്താന്റെ പടയോട്ടമുണ്ടായി. ആ പടയോട്ടമുണ്ടായ ഘട്ടത്തിൽ സുൽത്താന്റെ ആയുധപ്പുര എന്ന് അർത്ഥം വരുന്ന സുൽത്താൻസ് ബാറ്ററി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചു. അതിന്റെ തുടർച്ചയായാണ് അത് വാമൊഴി വഴക്കം പോലെ സുൽത്താൻ ബത്തേരിയായി പിന്നീട് മാറുകയും ഇപ്പോൾ ആ പേരാണ് സുൽത്താൻ ബത്തേരി എന്നുള്ള പേരാണ് നിലവിലുള്ളത്. അതിന് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ അനുവദിക്കുകയില്ല, അങ്ങനെ ഒരു നീക്കം ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് പൊതുവെ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ വിവാദമാക്കി ഉയർത്തുക എന്നുള്ള ഉദ്ദേശമാണ് BJP സംബന്ധിച്ചുള്ളത്. അത് അത്തരത്തിൽ ആണ്, അതിന്റെ ഒരു തുടർച്ചയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. എന്തായാലും
ഇത് മറ്റ് കക്ഷികളും ഏറ്റെടുത്തിരിക്കുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഇത് വലിയ അളവിലുള്ള ചർച്ചയിലേക്ക് വഴിമാറാനുള്ള വയനാട് സാധ്യതയാണ് തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. സുൽത്താൻ ബത്തേരിയുടെ പേരുമാറ്റം ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കാനുള്ള BJPയുടെ ശ്രമം, അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ, സ്ഥലത്തിന് പേര് വന്ന ചരിത്രം, ഇവയാണ് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.